മോഹൻ സാറിൻ്റെ ഒരു അഭിപ്രായം കൂടി ഈ വിഷയത്തിൽ. നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച. നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയെ നമ്മളൊന്ന് കാണുന്നത് ആരാണ് സുഹൃത്ത് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ പറയുന്ന ട്രംപിനെ നമ്മൾ കണ്ടു. അറബ് രാജ്യങ്ങളുമായി ബിസിനസ്സൊക്കെ ആകാം, അവരുമായുള്ള അമേരിക്കയുടെ ബിസിനസ് ബന്ധങ്ങൾ തീർച്ചയായും വർദ്ധിത വീര്യത്തോടെ മുന്നോട്ട് പോകും. പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇസ്രയേലിനെ ചേർത്ത് പിടിക്കുന്നു, നെതന്യാഹുവിനെ ചേർത്ത് പിടിക്കുന്നു. ആൻറ്റി സെമിറ്റിസം, അതായത് ഇസ്രായേൽ വിരുദ്ധത, ജൂതവിരുദ്ധത അമേരിക്കയുടെ മണ്ണിൽ ഇനി ഞങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് തന്നെയാണ്. അതൊരു നയം മാത്രമല്ല, അതിൻ്റെ ആ നയത്തിൻ്റെ എൻഡോഴ്സ്മെൻറ്റാണ്. അതുകൊണ്ടാണ് എത്രയോ ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാരുണ്ട്. പക്ഷേ ആദ്യം അമേരിക്ക സന്ദർശിക്കാനുള്ള നിയോഗം, വിദേശ രാജ്യ തലവന്മാരിൽ ആദ്യ സന്ദർശനത്തിന് നിയോഗം വന്നു ചേർന്നത് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ക്ലിയറാണ്. ലോകത്തോടായി അമേരിക്കയും ഡൊണാൾഡ് ട്രംപും പറയാൻ ആഗ്രഹിക്കുന്നത് ഇസ്രയേലാണ്, ഇസ്രയേലിൻ്റെ ബുദ്ധിയാണ്, ഇസ്രയേലിൻ്റെ വംശജരായ ജൂയിഷ് വംശജരാണ് ഈ രൂപത്തിൽ അമേരിക്കയെ സൃഷ്ടിച്ചത്. ഞങ്ങൾക്കതിന് വലിയ കടപ്പാടുണ്ട്. തീർച്ചയായും ആ ഒരു പൊക്കിൾക്കൊടി ബന്ധം ഞങ്ങൾ കാത്തുസൂക്ഷിക്കും. തിരിച്ചു മറുപക്ഷത്ത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം സയനിസ്റ്റ് മൂവ്മെൻറ്റ് അതിനെ നട്ട് നനച്ച് വളർത്തിയതിൻ്റെ പിന്നിൽ അമേരിക്കൻ ജൂതന്മാരുടെ പങ്ക് വളരെ വലുതാണ്. അത് മാത്രമല്ല, ഇസ്രയേലിൻ്റെ മണ്ണിന് പുറത്ത് ഏറ്റവും അധികം ജൂതന്മാർ, പ്രത്യേകിച്ച് ഇസ്രയേലിലുള്ള അത്രത്തോളം ജൂതന്മാർ അമേരിക്കയിലുമുണ്ട് എന്ന് ഓർക്കണം. അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ ഏതാണ്ട് എല്ലാ മേഖലയിലും കൺവെർജ് ചെയ്യുന്നു. അതേസമയം ബിസിനസ് താല്പര്യം അറബ് ലോകവുമായുള്ളത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ട്വിൻ ട്രാക്ക് ഉണ്ടാക്കണം. അതുകൊണ്ട് അറബികളെ വെറുപ്പിക്കാതെ തന്നെ ചൈനയും റഷ്യയും വന്ന അറബ് രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന സാഹചര്യം അമേരിക്കയായിട്ട് സൃഷ്ടിക്കാതെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ്. ഒരു കാര്യം കൂടി, ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. അതായത് ലോകത്താകമാനം ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റ് സംഭവിക്കുന്നു. അത് ഇന്ത്യയിൽ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമെല്ലാം ഒരു നവദേശീയതയുടെ അടിസ്ഥാനത്തിലുള്ള റൈറ്റ് വിങ് ഷിഫ്റ്റ് സംഭവിക്കുന്നു. ഇതൊരു അത്യന്താപേക്ഷിതമായൊരു കാര്യം തന്നെയാണ്. കാരണം ഇവിടെ ഈ രാഷ്ട്രങ്ങൾ, ലോകരാഷ്ട്ര സംവിധാനം അല്ലെങ്കിൽ ദേശരാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് അണയാൻ പോകുന്നൊരു കാലഘട്ടത്തിലാണെന്ന് പല ചിന്തകന്മാരും വിശ്വസിക്കുന്നു. എൻഡ് ഓഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ എൻഡ് ഓഫ് നേഷൻ സ്റ്റേറ്റ് സിസ്റ്റം. അപ്പോൾ അണയാൻ പോകുന്നതിന് മുമ്പ് ഇത്രയെങ്കിലും ആളിക്കത്തിയില്ല എങ്കിൽ ആ നേഷൻ സ്റ്റേറ്റിനെ കോർപ്പറേറ്റുകളും ട്രാൻസ്നാഷണൽ കോർപ്പറേറ്റുകളുടെയും പ്രവർത്തനം എൻഗൾഫ് ചെയ്യും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യം സംരക്ഷിച്ച് നിർത്തണം, അതിർവരമ്പുകൾ സംരക്ഷിച്ച് നിർത്തണം, ദേശീയ വികാരം ആളിക്കത്തിച്ച് നിർത്തണം. ആഭ്യന്തരമായി ഒരുപാട് ലോകം മുഴുവൻ മേക്ക് ദ വേൾഡ് സേഫ് ഫോർ ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞ് നടന്നൊരു കാലമുണ്ട്. ഇനി അങ്ങനെയൊന്നുമല്ല. അമേരിക്ക ഫസ്റ്റ്, മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ട്രംപിൻ്റെ മുദ്രാവാക്യം ആളുകൾ സ്വീകരിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അനാവശ്യമായ ഇടപെടലുകൾ, അനാവശ്യമായ പണച്ചെലവ്, ലോകത്തെ ഉദ്ധരിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് ചെലവഴിക്കാൻ പണമില്ല എന്ന് ട്രംപ് ലോകത്തോടായി ഒരു ഉളുപ്പുമില്ലാതെ നേരെ പറയുകയാണ്. ഉളുപ്പിൻ്റെ ആവശ്യമില്ല. കാരണം അമേരിക്ക പറയുന്നത്, അമേരിക്കക്കാരൻ്റെ സ്വരം തന്നെയാണ് ട്രംപ് പറയുന്നത്. അത് മാൻഡേറ്റ് ലഭിച്ചതുകൊണ്ടാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റ് ലോകത്തിന് നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് മറ്റ് ലോകരാജ്യങ്ങളിലും ഈ റൈറ്റ് വിങ് ഷിഫ്റ്റ് ഇനിയുള്ള കാലത്ത് ഇൻറ്റൻസിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഗോള സഹകരണം ഒരു വഴിക്ക് നടക്കും. പക്ഷേ അതേസമയം പ്ലേയിങ് ദ കാർഡ്സ് വെരി ക്ലോസ് ടു ദ ചെസ്റ്റ്, നാഷണൽ ഇൻട്രസ്റ്റ് ഫസ്റ്റ്, പിന്നീടാണ് ഇൻ്റർനാഷണലിസമൊക്കെ വരുന്നത് എന്ന രൂപത്തിൽ ലോകത്തിൻ്റെ ആകമാനം പോളിസി ചേഞ്ച് മാറാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേൽ അമേരിക്ക ബന്ധം അതിൻ്റെ വലിയൊരു സൂചനയാണ്. കാരണം ഞങ്ങളുടെ സുഹൃത്തുക്കളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും, നിങ്ങളുടെ ഒന്നും അഭിപ്രായം വേണ്ട, നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന ഒരു പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ലോകസമാധാനം, നീതി, ന്യായം, കാലാവസ്ഥ, കാർബൺ എമിഷൻ ഇതൊക്കെ മാറിക്കിടക്കും. തങ്ങളുടെ കാര്യം എന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു അമേരിക്കയും അമേരിക്കയുടെ ചുവടനുസരിച്ച് നീങ്ങാൻ സാധ്യതയുള്ള ലോകക്രമത്തെയും ഞാൻ കാണുന്നു, മുൻകൂട്ടി കാണുന്നു. നെതന്യാഹുവിന് തൊട്ടുപിറകെ നരേന്ദ്രമോദിയും എത്തുന്നു അമേരിക്കയിൽ.